السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. ما يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാമ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബുൽ ഇൽമ് എന്ന ഗ്രന്ഥമാണ്. ഒന്നാമത്തെ അധ്യായത്തിൽ തഅരീഫുൽ ഇൽമ്, ഇൽമിന്റെ നിർവചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി. രണ്ടാമത്തെ അധ്യായത്തിൽ ഇൽമിന്റെ 13 ഫളായിലുകളെ സംബന്ധിച്ച് വിശദീകരിച്ചു. അതിനുശേഷം അദ്ദേഹത്തോട് ചോദിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കിതാബിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിലൊരു ചോദ്യം നമ്മൾ വായിച്ചു, അതിന്റെ ഉത്തരത്തിന്റെ ഏതാനും ഭാഗങ്ങൾ വായിച്ചു. ചോദ്യം ശർഈ ആയിട്ടുള്ള ഇൽമ് പഠിക്കുന്നതിന്റെ പ്രാധാന്യം. രണ്ടാമത്തത് ഏറ്റവും നല്ല മാർഗം ഇൽമ് പഠിക്കാനും കരസ്ഥമാക്കാനും ഏറ്റവും നല്ല മാർഗം ഏതാണ്. പിന്നീട് ഖുർആൻ ഹിഫ്ളാക്കുന്നതുമായി ബന്ധപ്പെട്ട്, പിന്നീട് അഖീദ, അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും അതെങ്ങനെ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് അവന്റെ നാട്ടിൽ അഹ്ലുസുന്നത്തിന്റെ ഒരു ഷെയ്ഖ് ഇല്ലെങ്കിൽ. അതിൽ ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്തിനുള്ള വിശദീകരണം പറഞ്ഞു. ഇൽമിന്റെ പ്രാധാന്യം അദ്ദേഹം ആദ്യം പറഞ്ഞു കൊടുത്തു. അതിനെ രണ്ടായിട്ട് തിരിച്ചു. ഫർള് ഐന്, അത് ഓരോരുത്തരും പഠിക്കൽ നിർബന്ധമാണെന്നുള്ളത് പറഞ്ഞു. രണ്ടാമത്തത് ഫർള് കിഫായ, മുസ്ലിം സമൂഹത്തെ സംരക്ഷിക്കാൻ അതും ഒരു തോലബിൽ ഇൽമ് അറിഞ്ഞിരിക്കണം, പഠിക്കണം. അതിന് അതിന്റേതായ പ്രാധാന്യമുണ്ട്, അതിന്റേതായ പ്രതിഫലമുണ്ട്. ഫർള് നിർവഹിച്ച പ്രതിഫലം അതിന് കിട്ടുമെന്നുള്ളത് പറഞ്ഞു. അതിന്റെ തെളിവായിട്ടൊരു ഹദീസ് കൊണ്ടുവന്നു. ായിട്ടുള്ള ഇൽമിന്റെ, അത് പഠിക്കുന്നതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ആ രണ്ട് രൂപത്തിൽ അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഇനി അദ്ദേഹം വിശദീകരിക്കുന്നത് ഇൽമ് തേടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം, ഏറ്റവും നല്ല മാർഗം, അതാണ് ഇനി വിശദീകരിക്കുന്നത്. നോയിക്കോ. വഅമ്മാ കൈഫിയത്തു ത്വലബി, എന്നാൽ അതിന്റെ കൈഫിയത്ത്, അതായത് ഇൽമ് തേടുന്നതിന്റെ കൈഫിയത്ത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. കാരണം ഇതിനൊക്കെ ഒരു തർത്തീബുണ്ട്. ആ തർത്തീബ് അനുസരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് വേറെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരാൾ തർത്തീബ് അനുസരിച്ച് ഇതിന്റെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ച് ഒരാളെ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഉള്ള തകരാറുകൾ എന്തൊക്കെയാണെന്നുള്ളത് വേറെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിന്റെ കൈഫിയത്ത് പറയണം. അദ്ദേഹം പറയുന്നത് ഫയബ്ദഉൽ ഇൻസാനു ബിമാഹു അഹമ്മ, ഒരാൾ ആരംഭിക്കേണ്ടത്, തുടങ്ങേണ്ടത്, തുടക്കം കുറിക്കേണ്ടത് ഏറ്റവും അഹമ്മായതിൽ നിന്നാണ്. അഹമ്മു ഷൈഇൻ ഇൽമു കിതാബില്ലാഹി അസ്സ വജല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തന്നെയാണ്, അള്ളാഹുവിന്റെ കിതാബാണ്, ഇതിൽ സംശയമല്ലല്ലോ. അപ്പൊ അവിടുന്ന് തുടങ്ങണം. ഇൽമു പഠിക്കുന്ന ഒരാൾ തുടങ്ങേണ്ടത്, തുടക്കം കുറിക്കേണ്ടത്, ആരംഭിക്കേണ്ടത് ഖുർആനിൽ നിന്നായിരിക്കണം. ഫഹ്മുഹു ലി ഖൗലില്ലാഹി തആല,
അപ്പൊ ഖുർആൻ പഠിക്കുക, അത് മനസ്സിലാക്കുക. അപ്പൊ ഒരു തോലബുൽ ഇൽമ് അവന്റെ പഠനം ആരംഭിക്കേണ്ടത് ഖുർആൻ പഠിച്ചുകൊണ്ടായിരിക്കണം, ഖുർആൻ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. അതിന്റെ തെളിവ് ഈ ആയത്താണ്. ആയത്ത് നോക്കിക്കോ, അഫലം യദ്ദബ്ബറു അൽ ഖൗല. അവിടെ അൽ ഖൗല് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഖുർആൻ. തദബ്ബറ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിന്തിക്കുക, തഫക്കുർ, ചിന്തിച്ച് പഠിക്കുക. തഫക്കുർ, തദബ്ബുർ ഇതൊക്കെ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഭാഷാപരമായിട്ട് അതിന്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. അത് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, അഫലം യദ്ദബ്ബറു അൽ ഖൗല. ഈ ഖുർആൻ അവർ ചിന്തിച്ച് പഠിക്കുന്നില്ലേ? ഈ ഖുർആനെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? ചിന്തിച്ച് അവർ പഠിക്കുന്നില്ലേ? അം ജാഅഹും മാ ലം യഅതി ആബാഹും അൽ അവ്വലീൻ. അതല്ല, അവരുടെ പൂർവ്വപിതാക്കൾക്ക് വന്ന് കിട്ടിയിട്ടില്ലാത്ത ഒന്നാണോ അവർക്ക് വന്ന് കിട്ടിയിട്ടുള്ളത്? ഖുർആനെ സംബന്ധിച്ച് ഇവിടെ അള്ളാഹ് പറഞ്ഞത് എന്താണ്? അഫലം യദ്ദബ്ബറു അൽ ഖൗല. ഇതാണ് നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടത്. ഈ ഖുർആനെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? ഒരായത്ത് തെളിവായിട്ട് കൊണ്ടുവന്നു. മുഅ്മിനൂനിലെ 68-ാമത്തെ ആയത്ത്. ഐ വബ്ബഹും അസ്സ വജല്ല ലി അദമി തദബ്ബുരി കലാമില്ലാഹി തആല. അള്ളാഹുവിന്റെ കലാമ് പഠിക്കാത്തത് കൊണ്ട് അവിടെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നുള്ളത് എന്താണ്? അത് പഠിക്കാത്ത ആളുകളെ വിമർശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മോശമാക്കുകയാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമതൊരായത്ത് വഖാല തആല, അല്ലാഹു പറഞ്ഞു, അഫലാ യതദബ്ബറുൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. അവർ ഖുർആൻ അവർ ചിന്തിച്ചു പഠിക്കുന്നില്ലേ? അതല്ല, അവരുടെ മനസ്സുകളിൽ, അവരുടെ ഹൃദയങ്ങളിൽ പൂട്ടുകളാണ്, അതൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്, ഖുർആനൊന്നും ഉള്ളിലേക്ക് ചെല്ലാത്ത വിധം. അവിടെ നമ്മുടെ തെളിവ് എന്താ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. ഈ ഖുർആനിനെ അവർ ചിന്തിച്ചു പഠിക്കുന്നില്ലേ? മുഹമ്മദിലെ 24-ാമത്തെ ആയത്ത്. രണ്ടായത്തുകൾ തെളിവ് പറഞ്ഞു. മൂന്നാമത്തത് വഖാല തബാറക വ തആല കിതാബുൻ, ഈ ഗ്രന്ഥം, അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. മൂന്നാമത്തെ ആയത്ത് തെളിവ് കൊണ്ടുവന്നത് ഈ ആയത്താണ്. ഇതിലെന്താ? കിതാബുൻ, ഇത് ഗ്രന്ഥമാണ്. അൻസൽനാഹു ഇലൈക, അത് നാം നിനക്ക് ഇറക്കി തന്നു. മുബാറകുൻ, ഇതെന്താണ്? മുബാറക്കാണ്, അനുഗ്രഹീതമാണ്. എന്തിനാണ് ഇത് ഇറക്കി തന്നത്? ലിയദ്ദബ്ബറു ആയാതിഹി. കണ്ടോ, അതിന്റെ ആയത്തുകൾ അവർ ചിന്തിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ആയത്തിലൊക്കെ തദബ്ബുറിനെ കുറിച്ച് പറഞ്ഞു. സ്വാദിലായത്തെ തദബ്ബുറു, തദബ്ബുർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഅനി അത്തമഉനു ഫിൽ മഅന, അതിന്റെ അർത്ഥം, അതിന്റെ ആശയം, അത് ചിന്തിച്ച് പഠിക്കുന്നതിനാണ് ഇത് പറയാം. അപ്പൊ ഖുർആനിന്റെ ഓരോ ആയത്തുകൾ, അത് ചെറിയ സൂറത്തുകൾ, വലിയ സൂറത്തുകൾ, അതിന്റെ ആയത്തുകൾ ഹിഫ്ളാക്കുക, അതിന്റെ അർത്ഥം പഠിക്കുക, അതിന്റെ ആശയം പഠിക്കുക, ഇതാണ് ഒരു തോലിബുൽ ഇൽമ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. വലിഹാദ കാന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും, ഇതുകൊണ്ടായിരുന്നു സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും ലാ യതജാവസൂന 10 ആയാത്തിൻ, അവർ 10 ആയത്തുകൾ വിട്ടുകിടക്കാറുണ്ടായിരുന്നില്ല. എങ്ങനെയല്ലാതെ ഹത്താ യതഅല്ലമു മാ ഫീഹാ മിനൽ ഇൽമി വൽ അമലി, അവർ 10 ആയത്തുകൾ പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിലുള്ള ഇൽമ് എന്താന്നുള്ളത് അറിയും. എന്നിട്ട് അതിൽ അമലാക്കേണ്ടത് അത് അവർ അമലാക്കും. അപ്പൊ അവര് ആയത്തുകൾ പഠിച്ചിരുന്ന രീതിയാണ് പറഞ്ഞത്. അവരുടെ അടുത്തൊരു 10 ആയത്തുകൾ കിട്ടിയാൽ അവരെന്താ ചെയ്യുക? അതിന്റെ അർത്ഥം മനസ്സിലാക്കും, അതിന്റെ ആശയത്തെക്കുറിച്ച് ചിന്തിക്കും, എന്നിട്ട് അതിലുള്ള കാര്യങ്ങൾ എന്താണ്, അത് അമലാക്കേണ്ട കാര്യങ്ങൾ അത് അവര് അമലാക്കും. ചിലപ്പോൾ അത് ഹറാമിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു കൽപ്പനയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് അള്ളാഹ് അറിയിച്ചതായിരിക്കും. അപ്പൊ ആ ആയത്തിൽ എന്താണുള്ളത് അത് അവർ അമലാക്കിയിട്ടല്ലാതെ അടുത്ത 10ലേക്ക് അവര് പോകാറുണ്ടായിരുന്നില്ല. അപ്പോ ഒരായത്ത് കിട്ടിയാൽ അത് ഇൽമ്, അതിലുള്ള ഇൽമ്, അതിലുള്ള അമല്, എന്നിട്ട് പിന്നെ അടുത്ത 10 ആയത്തിലേക്ക് അവർ പോകാറുള്ളൂ. ഇതാണ് അതിന്റെ രീതി. അവർ തോലിബുൽ ഇൽമ് ആദ്യം ആരംഭിക്കേണ്ടത്, അവന്റെ പഠനം ആരംഭിക്കേണ്ടത് ഖുർആൻ പഠിച്ചുകൊണ്ടായിരിക്കണം. ഇന്ന് നേരെ അക്സാണ് അല്ലെ? ഇന്ന് നേരെ തിരിച്ചാണ്. ആളുകൾ ആദ്യം പഠിക്കാൻ തുടങ്ങുന്നത് അത്തയ്യാത്തിൽ വിരൽ അളക്കണ്ടേ, അതിന്റെ ഹദീസുകള്, അതിന്റെ തെളിവുകള്, അതിന്റെ സിഹത്ത്, അത് അൽബാനി എന്താ പറഞ്ഞിരിക്കണത്, അത് ഇബ്നു ഉസൈമീൻ എന്താ പറഞ്ഞിരിക്കണത്, ഇതിനെക്കുറിച്ച് ഇങ്ങനെ. തറാവീന്റെ റക്അത്തുകൾ 11-ലധികം ആകാൻ പാടുണ്ടോ അല്ലേ? ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകള്, സ്വഹാബത്തിന്റെ നടപടിക്രമങ്ങള്, വിത്റിൽ ഖുനൂത്ത് പാടുണ്ടോ ഇല്ലേ?
ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് ആദ്യം പഠിച്ചു തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ അത് തെറ്റായ രീതിയാണ്. ഒരു ത്വാലിബുൽ ഇൽമ്, ഒരു മുസ്ലിം, അയാൾ പഠിച്ചു തുടങ്ങേണ്ടത് അള്ളാഹുവിന്റെ കിതാബിൽ നിന്നായിരിക്കണം. കിതാബ് കൊണ്ടാണ് ആരംഭിക്കേണ്ടത്. അതിന്റെ ആയത്തുകൾ പഠിക്കുക, അത് ഹിഫ്ലാക്കുക, ആ ആയത്തിന്റെ അർത്ഥങ്ങൾ പഠിക്കുക, അത് മനസ്സിലാക്കുക. ഇതായിരുന്നു സഹാബത്തിന്റെ രീതി, ഇതായിരുന്നു സലഫുകളുടെ രീതി. അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിൽ അത് വരുന്നുണ്ട്. ഒരൊറ്റ ഉദാഹരണം മാത്രം. ഇതതിന്റെ ഒരു പഠനത്തിന്റെ ഒരു രീതിശാസ്ത്രം. ഞാൻ പറഞ്ഞല്ലോ, തഅലീമിന് തദ്രീസിനൊരു മൻഹജുണ്ട്. ആ മൻഹജിൽ ഒന്നാമത്തത് ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്. ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഏറ്റവും അവസാനത്തിലാണ് ഖുർആൻ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തിലല്ല, ഏറ്റവും അവസാനത്തിലാണ് ഖുർആൻ. വേറെ ചില ആളുകൾക്ക് സയൻസ് ആയിരിക്കും ഇഷ്ടം. ഖുർആനിൽ ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് ദീർഘമായിട്ട് ചിന്തിക്കുകയും അതിനെ സംബന്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള വിഷയം ഇങ്ങനെ ഓരോ. ഇതല്ല യഥാർത്ഥത്തിൽ അതിന്റെ രീതി. ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി പറയണം, ഞങ്ങൾ ഔസാഇയുടെ സദസ്സിലിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്, ഒരു ചെറിയൊരു കുട്ടി ഇരിക്കുന്നുണ്ട്. ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട്, ആ കുട്ടിയോട് ചോദിച്ചു, യാ ഗുലാം ഖറഅതൽ ഖുർആന, കുട്ടി നീ ഖുർആൻ ഓതിയിട്ടുണ്ടോ, ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടോ? നഅം എന്നാ കുട്ടി പറയും. കുട്ടി പറഞ്ഞാൽ ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി പറയും, ഇഖ്റ, നീ ഓതണം, യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് വസിയ്യത്ത് നൽകുന്നു എന്നുള്ള ആയത്ത് നിസായിലെ 11ാമത്തെ ആയത്ത് ഓതും. ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്, അത് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ. വൈൻ ഖാലല, ഇനി ആ കുട്ടി ഖുർആൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാലോ, ഖുർആൻ പാരായണം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലോ, ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി ആ കുട്ടിക്ക് നസീഹത്ത് കൊടുക്കും, ഇദ്ഹബ് തഅല്ലമൽ ഖുർആന ഖബ്ല അൻ തത്ലുബൽ ഇൽമ, നീ ഇൽമു തേടുന്നതിന്റെ മുമ്പ് ആദ്യം ഖുർആൻ പഠിക്കുക. ഇൽമു തേടുന്നതിന്റെ മുമ്പ് ആദ്യം നീ ഖുർആൻ പഠിക്കുക എന്ന് ആ കുട്ടിക്ക് നസീഹത്ത് കൊടുക്കും. ഇങ്ങനെ ഒരുപാട് ആസാറുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ചെറിയ വിശദീകരണങ്ങൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ സലഫുകൾ അവർക്ക് കൊടുത്ത്, ഇതതിന്റെ ഒരു രീതിയാണ്, ഇതാണ് അതിന്റെ തർത്തീവ്. ആദ്യം തന്നെ തർക്ക വിഷയങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല, ആദ്യം തന്നെ മസ്അലകൾ പഠിക്കുക എന്നുള്ളതല്ല. ഖുർആൻ, അഖീദ, അപ്പൊ ഇതാണ് അതിന്റെ രീതി. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ വേറെ ആസാറുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഒരു ത്വാലിബുൽ ഇൽമ്, അതായത് നമ്മൾ ഓരോരുത്തരും ആദ്യം പഠിക്കേണ്ടത് ഏതാണ്? ഖുർആനാണ്. അതിന്റെ രീതി ആദ്യം ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്. അത് പഠിക്കേണ്ട രീതിയും ഇതിൽ പറഞ്ഞു. അതിന്റെ ഉണ്ടാകും. ആ തെറ്റുകൾ തിരുത്താൻ പറ്റണം, അത് തിരുത്തിയിട്ട് മുന്നോട്ട് പോകണം. ഇത് ഏതൊരു സംഗതി അങ്ങനെ തന്നെയാണ്. നമ്മള് ദുനിയാവിന്റെ ഏതൊരു കാര്യം പഠിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ അതിനൊരു തർത്തീബ് ഉണ്ടാവും. പക്ഷെ ദീനിന്റെ കാര്യത്തിൽ മാത്രം അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ, ദീനിന്റെ കാര്യത്തിൽ മാത്രം അത് നടപ്പിലാക്കാൻ പറ്റണമെന്നില്ല എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇതിനൊരു രീതി, ഒരു മൻഹജ്, ഒരു ത്വരീഖ ഉണ്ട് ഇതിന്. ഇവിടെ അദ്ദേഹത്തിനുള്ള ചോദ്യം എന്താണ്? വമാഹിയ ത്വരീഖത്തുൽ മുസ്ല, ഏറ്റവും നല്ല മാർഗം ഏതാണ് എന്നുള്ളതാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയോട് വിശദീകരിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, മാ സഹ്ഹ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി വന്നിട്ടുള്ള മിൻ അഖ്വാൽ വ അഅമാൽ വ തഖ്രീറാത്ത്, ഇത് മൂന്ന്. അതായത് അസ്സുന്ന, അൽ ഖുർആൻ ഒന്ന്, രണ്ടാമത്തത് അസ്സുന്ന. തെളിവിന്റെ കാര്യത്തിൽ രണ്ടും ഒരേപോലെയാണോ? അല്ലേ? ഇപ്പൊ നമ്മൾ തെളിവ് വിളിക്കുന്ന കാര്യത്തിൽ രണ്ടും ഒരേപോലെയാണോ? അല്ല ഞാൻ ആദ്യം ഖുർആൻ പിന്നെ സുന്നത്ത്, അങ്ങനെയാണോ? തെളിവ് പിടിക്കുന്ന കാര്യത്തിൽ, നമ്മളൊരു കാര്യം തെളിവ് പിടിക്കുന്ന വിഷയത്തിൽ രണ്ടും ഒരേപോലെയാണ്. തെളിവ് പിടിക്കുന്ന വിഷയത്തിൽ മനസ്സിലാക്കണം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള സ്വഹീഹായിട്ടുള്ള, കാരണം എന്താ, ലൈഫായിട്ടുള്ളത് വേറുണ്ട്. സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസുകൾ രണ്ടാമത് പഠിക്കാൻ തുടങ്ങേണ്ടത് അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, ഹദീസുകൾ. ആ സുന്നത്ത് എന്നുള്ള നിലയിൽ അഖ്വാൽ, അഅമാൽ, തഖ്രീറാത്ത്. തഖ്രീർ എന്ന് പറഞ്ഞാൽ അനുവാദം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയിട്ടുള്ള കാര്യങ്ങൾ.
ഈ അനുവാദം നൽകിയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ സുന്നത്തായിക്കൊള്ളണമെന്നില്ല കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് സുന്നത്തായിക്കൊള്ളണമെന്നൊന്നുമില്ല. അത് ഹറാമല്ല എന്നുള്ളതാണ്. അപ്പൊ അത് വേറെ നമ്മൾ തക്രീറിനെ കുറിച്ച് വേറെ നമ്മളത് പഠിക്കണം, മനസ്സിലാക്കണം. അപ്പൊ സുന്നത്ത് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഖ്വാലുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഫ്ആലുകൾ, തഖ്രീറാത്തുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് അതിൽ കൂടെ. ഇതാണ് രണ്ടാമത് പഠിക്കേണ്ടത്. അപ്പൊ ആദ്യം ഖുർആൻ, രണ്ടാമത് സുന്നത്ത്. സുമ്മമാ കതബഹു, പിന്നെ എന്നിട്ട് വിശദീകരിക്കുകയാണ്. ഇനി പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സുമ്മമാ കതബഹു അഹ്ലുൽ ഇൽമി മിമ്മസ്തൻബതൂഹു മിൻ കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് അഹ്ലുൽ ഇൽമ് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഇസ്തിൻബാത്ത് ചെയ്തെടുത്തിട്ടുള്ള കാര്യങ്ങൾ. മനസ്സിലാണ്ടോ? ഖുർആൻ പറഞ്ഞു, ഹദീസ് പറഞ്ഞു. ഇവിടെ ഈ മൂന്നാമത് പറഞ്ഞ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതെന്താണ്? അഹ്ലുൽ ഇൽമ് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഇസ്തിൻബാത്ത് ചെയ്തെടുത്തിട്ടുള്ള കാര്യങ്ങൾ. ഇസ്തിൻബാത്ത് എന്ന് പറഞ്ഞാൽ നിർദ്ധാരണം ചെയ്തെടുക്കുക. ഖുർആനിന്റെ നസ്സുകളിൽ നിന്നും ഹദീസിന്റെ നസ്സുകളിൽ നിന്നും അവർ മനസ്സിലാക്കി, അവർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ, അവർ നിർദ്ധാരണം ചെയ്തെടുത്തിട്ടുള്ള കാര്യങ്ങൾ. ഇതും പഠിക്കുക. അതൊന്നുകൂടി ക്ലിയർ ആക്കുകയാണ്. അടുത്ത വരി, വഅലാ റഅസിഹിം വഫീ മുഖദ്ദിമതിഹിം അസ്സഹാബത്തു റളിയല്ലാഹു ഇസ്തിൻബാത്ത് ചെയ്ത കാര്യങ്ങൾ. അഹ്ലുൽ ഇൽമി ഇസ്തിൻബാത്ത് ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മുൻനിരയിലുള്ള ആൾക്കാരാരാണ്? അതിന്റെ ഒന്നാമത്തെ സഫ്, അതിന്റെ ആദ്യത്തെ തലമുറ ആരാണ്? അവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞു അസ്സഹാബത്ത് റളിയല്ലാഹു തആല അൻഹും. അത് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും. കാരണം എന്താ? ഫൈനഹും ഖൈറുൽ ഖുറൂനി, അവരാണ് തലമുറകളിൽ ഏറ്റവും ഖൈറായിട്ടുള്ള ആളുകൾ. ബിനസ്സിൽ ഹദീസി അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വിഷയത്തിൽ നസ്സ് വന്നിട്ടുണ്ട്, ഹദീസ് തന്നെ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ? ഖൈറുൻ നാസി ഖർനി, ഏറ്റവും നല്ല തലമുറ എന്റെ കൂടെ ജീവിച്ച തലമുറയാണ്. അതായത് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും. നിരവധി ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ പറയാനുള്ള കാരണം എന്താ? അപ്പൊ ഖുർആൻ ഇവിടെ വിഷയം മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഫഹും അഖറബുൻ നാസി ഇലാ ഫഹ്മി കിതാബില്ലാഹ് വ ഫഹ്മി സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വഹാബികളാണ് ഖുർആൻ മനസ്സിലാക്കുന്നതിലും ഹദീസ് മനസ്സിലാക്കുന്നതിലും ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിയുന്ന ആളാണ്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? സ്വഹാബത്തിന്റെ ഫഹ്മ് പറഞ്ഞത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മൻഹജ് എന്ന് പറയുന്നത്. ഇത് കാരണം ഖുർആനും സുന്നത്തും അംഗീകരിക്കാത്തത് ആരുള്ളത്? നമ്മുടെ കേരളത്തിൽ എത്ര പാർട്ടികളാണ്, എത്ര ഗ്രൂപ്പുകളാണ്? അതിലെല്ലാവരും പറയുന്നത് എന്താ? ഖുർആനും സുന്നത്തും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത്. എല്ലാ ആളും, ചേകന്നൂരും ഖാദിയാനികളും അതല്ലാത്ത ആൾക്കാരും ഖുർആനും സുന്നത്തുമാണ് ഞങ്ങളുടെ പ്രമാണം, ഞങ്ങളത് അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ ഖുർആനും സുന്നത്തും നമ്മൾ നേരിട്ട് മനസ്സിലാക്കണം എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഒന്നാമത് ഖുർആൻ, രണ്ടാമത്തെ ഹദീസ്. ആ ആയത്തുകളെയും ഹദീസുകളെയും എങ്ങനെ മനസ്സിലാക്കണം? അഹ്ലുൽ ഇൽമി ഇസ്തിൻബാത്ത് ചെയ്തതുപോലെ മനസ്സിലാക്കണം. ആ അഹ്ലുൽ ഇൽമിൽപ്പെട്ട ഒന്നാമത്തെ തലമുറ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബത്താണ്. അപ്പൊ സ്വഹാബികൾ ആയത്തിനെ എങ്ങനെ മനസ്സിലാക്കി? അവരെങ്ങനെ അത് തത്ബീഖ് ചെയ്തു? ആയത്തുകൾ അവരെങ്ങനെ പഠിച്ചു? അവരെങ്ങനെ പ്രാവർത്തികമാക്കി? ഹദീസുകൾ അവരെങ്ങനെ മനസ്സിലാക്കി? അവരെങ്ങനെ തത്ബീഖ് ചെയ്തു? ആ ഹദീസുകൾ അവരെങ്ങനെ പ്രയോഗവൽക്കരിച്ചു? ഇത് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് സ്വഹാബികൾക്കാണ്. അപ്പോൾ ഒരു ആയത്തിന്റെ അർത്ഥം, അതിന്റെ ആശയം എന്താണ്, അതറിയുന്നത് ആർക്കാണ്? സ്വഹാബികൾക്കാണ്. ഒരു ഹദീസ്, അതിന്റെ അർത്ഥം, അതിന്റെ ആശയം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ നേരിട്ട് പഠിച്ചു. അവരുടെ അടുത്ത് വല്ല അബദ്ധവും വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കും. അവർ മനസ്സിലാക്കിയതിലോ അവർ അമല് ചെയ്തതിലോ അവർക്ക് സംശയം ഉണ്ടെങ്കിൽ അവർ റസൂലുള്ളാഹിനോട് ചോദിക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു കൊടുക്കും. സംശയമുള്ള കാര്യങ്ങൾ അവർ ചോദിക്കുക, വിശദീകരിച്ചു കൊടുക്കും. അപ്പൊ ഖുർആനെ പറ്റി, ആയത്തുകളെ പറ്റി, ഹദീസുകളെ പറ്റി, അതിന്റെ മുറാദ്, അതിന്റെ ഉദ്ദേശം, അത് ഏറ്റവും നന്നായിട്ട് അറിയുന്നതായിരിക്കാണ്? അത് സ്വഹാബികൾക്കാണ്. ഇതിനാണ് നമ്മൾ മൻഹജ് എന്ന് പറയുന്നത്.
ഈ സലഫിയത്ത് എന്നുള്ളത് ഒരു ഗ്രൂപ്പല്ല, അല്ലെങ്കിൽ അത് നാല് മദ്ഹബ് ഉണ്ടല്ലോ, അതേപോലുള്ള ഒരു മദ്ഹബല്ല. സലഫിയത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സലഫികൾ. ചില ആൾക്കാരെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ വെച്ചാൽ ഗൾഫിലുള്ള സലഫികളെ തഖ്ലീദ് ചെയ്യുന്ന ആൾക്കാർ എന്നുള്ളതാണ്. ഗൾഫിലുള്ള സലഫികളല്ല സലഫി എന്ന് പറഞ്ഞാൽ, അവരതിന്റെ ഒരു ഭാഗമാണെന്ന് മാത്രം. നമ്മൾ സലഫിയത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ സലഫികളാണ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നാട്ടിലുള്ള ആൾക്കാർ പറയാം, അല്ലെങ്കിൽ വേറെ ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്, ഗൾഫിലുള്ള സലഫികളെ പിൻപറ്റുന്ന ആൾക്കാർ. അതല്ല, സലഫുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല, താബീങ്ങൾ, തബഉ താബീങ്ങൾ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ പറഞ്ഞല്ലോ, നസ്സ് കൊണ്ട് അവരെ സംബന്ധിച്ച് എത്രയോ ഹദീസുകൾ, അല്ലേ? ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ല തലമുറ എന്റെ കൂടെ, അത് സഹാബികൾ. പിന്നെ സുമ്മല്ലദീന യലൂനഹും താബീങ്ങൾ, സുമ്മല്ലദീന യലൂനഹും തബഉ താബീങ്ങൾ. ഖുർആന്റെ ആയത്തില്ലേ, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ വൽ അൻസ്വാരി, മുഹാജിരികളെ കുറിച്ച് പറഞ്ഞു, അൻസാരികളെ കുറിച്ച് പറഞ്ഞു. വല്ലദീന തബഊഹും, അതാരാ? മുഹാജിറുകളെ കുറിച്ചും അൻസാറുകളെ കുറിച്ചും പറഞ്ഞു. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും, അവരെ ഇത്തിബാ ചെയ്ത ആളുകൾ, സഹാബികളെ ഇത്തിബാ ചെയ്ത ആളുകൾ. അത് നേരത്തെ ഹദീസിൽ പറഞ്ഞത് സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, താബീങ്ങൾ, തബഉ താബീങ്ങൾ. പിന്നെ അതിന്റെ ഭാഗമായിട്ട് വരും ഷെയ്ഖ് ഇബ്നു ബാസ്, ഇങ്ങനെയുള്ള ആളുകൾ. അതല്ല ഞാൻ സലഫികൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗൾഫിലുള്ള ഇബ്നു ബാസിനെ തഖ്ലീദ് ചെയ്യുന്ന ആൾക്കാരെന്നാ, അതല്ലെങ്കിൽ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹിയെ തഖ്ലീദ് ചെയ്യുന്ന ആളുകൾ എന്നുള്ളതാ? അതല്ല അതിന്റെ അർത്ഥം. സലഫുകൾ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഈ 3 നൂറ്റാണ്ടിൽപ്പെട്ട അവരാണ് നമ്മുടെ ആദ്യത്തെ തലമുറ. കാരണം ഈ ഖുറാനും ആയത്തും മനസ്സിലാക്കിയത്, കേട്ടത്, പഠിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടാണ് സ്വഹാബികൾ. ആ സ്വഹാബികളിൽ നിന്ന് നേരിട്ട് പഠിച്ച ആൾക്കാരാണ് ആര്? താബീങ്ങൾ. അവരിൽ നിന്ന് നേരിട്ട് പഠിച്ച ആൾക്കാരാണ് ആര്? തബഉ താബീങ്ങൾ. അവർക്ക് ശേഷമുള്ളവരുടെ കാര്യം എന്തെന്നുള്ളത് വേറെ ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ സലഫിയത്ത് എന്നുള്ളത് ഒരു മദ്ഹബല്ല, അതൊരു ത്വരീഖത്തല്ല, അത് പ്രത്യേകമായിട്ടുള്ള ഒരു ഗ്രൂപ്പല്ല. ഈ മൻഹജ് അംഗീകരിക്കുന്ന ആളുകൾ, ഏത് മൻഹജ്? ഖുർആനും സുന്നത്തും, അത് മനസ്സിലാക്കേണ്ടതും അത് അമലാക്കേണ്ടതും അതിനെ വിശദീകരിക്കേണ്ടതും അതിനെ വ്യാഖ്യാനിക്കേണ്ടതും സ്വഹാബികൾ വ്യാഖ്യാനിച്ചതുപോലെയാണ്, മനസ്സിലാക്കിയതുപോലെയാണ്, അവരുടെ ഫഹമിനനുസരിച്ചിട്ടാണ്. അത് ഉത്തമ തലമുറ അവരുടെ ഫഹം എന്താണോ ആ ഫഹം അനുസരിച്ചിട്ടാണ് ഖുർആന്റെയും ഹദീസിനെയും വ്യാഖ്യാനിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ആ മൻഹജ്, ആ രീതിശാസ്ത്രം അത് അംഗീകരിക്കുന്ന ആളുകളാണ് എന്ത് പറയുന്നത്? സലഫുകൾ എന്ന് പറയുന്നത്. അവരാണ് യഥാർത്ഥത്തിൽ എന്ത്? സലഫികൾ. അതിവിടെ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പ്രത്യേകം എടുത്ത് പറഞ്ഞു. വെറും ഖുർആൻ ആദ്യം പഠിക്കണം, സുന്നത്ത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പോയില്ല. അതെങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു. അഹ്ലുൽ ഇൽമി ഇസ്തിൻബാത്ത് ചെയ്തത്, ആ അഹ്ലുൽപ്പെട്ട ഒന്നാമത്തെ തലമുറ ആരാണ്? സഹാബികളാണ്. അപ്പൊ അവര് ആയത്തുകളെ മനസ്സിലാക്കിയതുപോലെ, ഹദീസുകളെ മനസ്സിലാക്കിയതുപോലെ. ഇനി അതിന്റെ ഉദാഹരണങ്ങൾ പറയുമ്പോഴാണ് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുക, ഓരോ സംഗതികളെ കുറിച്ചും. അപ്പൊ അത് വേറൊരു വിഷയമാണ്, അതിലേക്ക് നമ്മളിപ്പോ പോകണ്ട. അപ്പൊ ഇതാണ് അതിന്റെ രീതി. അപ്പൊ ഫഹം അഖ്റബുൻ നാസി ഇലാ ഫഹ്മി കിതാബില്ലാഹി വ ഫഹ്മി സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത് വേറെയും ഹദീസുകൾ, ആയത്ത് പറഞ്ഞു, അതിന്റെ ഹദീസ് പറഞ്ഞു, വേറെയും ഹദീസുകൾ വന്നിട്ടുണ്ട്, അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. പിന്നെ വസുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അങ്ങനെ എത്രയോ ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നത്. അഹ്ലുസുന്ന സുന്നത്ത്, ഖുർആന് സുന്നത്ത്, വൽ ജമാഅ, ആ അൽ ജമാഅത്ത് ഏതാണ്? സ്വഹാബത്താണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തി എന്നല്ലേ? സുന്നത്തിന്റെ ആളുകളാണ്, ജമാഅത്തിന്റെ ആളുകളാണ്. ആ ജമാഅത്തിന്റെ അർത്ഥം എന്താ? സംഘടനയാണ്. ആ ജമാഅത്തിന്റെ അർത്ഥം ഏതാണ്? അസ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല. അതാണ് ജമാഅത്ത്. 72 ക്രിസ്ത്യാനികൾ, പിന്നെ ജൂതന്മാര്, അല്ല 71 ജൂതന്മാർ, 72 ക്രിസ്ത്യാനികൾ, 73 മുസ്ലിങ്ങൾ. എന്നിട്ട് രക്ഷപ്പെടുന്ന പാർട്ടിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? എല്ലാവരും നരകത്തിലാണ്, ഒന്നൊഴികെ. ആ ഒന്നാരാണ്? മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി. അവിടെ സഹാബികളെ കൂട്ടി എന്തിനാ പറഞ്ഞത്? മാ അന അലൈഹി, രക്ഷപ്പെടുന്ന ആ പാർട്ടിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹിൽ യൗം, ഞാൻ ഇന്ന് ഏതൊന്നിലാണോ അതിൽ നിലകൊള്ളുന്ന ആളുകളാണ് രക്ഷപ്പെടുന്ന പാർട്ടി. പിന്നെ പറഞ്ഞെന്താ? മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, എന്റെ സഹാബികൾ. അപ്പൊ ഞാനും എന്റെ സഹാബികളും ഏതൊരു മാർഗത്തിലാണ് നിലകൊള്ളുന്നത്? ആ മാർഗം അവലംബിക്കുന്ന ആൾക്കാർ, അതാണ് മൻഹജ്. അവരാണെന്ത്? രക്ഷപ്പെടുന്ന ഒരേ ഒരു വിഭാഗം.
അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, നീ ഒറ്റക്കാണെങ്കിലും നീ സത്യത്തിന്റെ മാർഗത്തിലാണെങ്കിൽ നീ ഒരു ജമാഅത്താണ്, നീ അഹ്ലുസ് സുന്നത്തിന്റെ മാർഗത്തിലാണെങ്കിൽ നീയാണ് ജമാഅത്ത്. വൈൻ കുൻത വഹദക്, നീ ഒറ്റക്കാണെങ്കിലും. അപ്പൊ അതിന്റെ രീതി അവിടെ അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു പോയിട്ടുണ്ട്. കാരണം എല്ലാവരും ഖുർആനും സുന്നത്തും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഖുർആനും സുന്നത്തും തോന്നിയ പോലെ അവനാന്റെ ബുദ്ധിക്കും അവനാന്റെ യുക്തിക്കും. ഇപ്പോ കേരളത്തിൽ നടന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സംസ്ഥാന സമ്മേളനത്തിൽ ഒരാൾ പറഞ്ഞത് എന്താ, ഈച്ചനെ പറ്റിയുള്ള ഹദീസ് ഉണ്ടല്ലോ, അത് ലബോറട്ടറിയിൽ പരിശോധിച്ചിട്ട് അത് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നാണ്. ബുഖാരി ധരിച്ചിട്ടുള്ള ആ ഹദീസ്, ഈച്ച പാനീയത്തിൽ കുടിക്കുന്ന പാനീയത്തിൽ വീണാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ചിറകില് വിഷാണെങ്കിൽ മറ്റേ ചിറകിൽ അതിന്റെ മരുന്നുണ്ടെന്ന് പറഞ്ഞ ഹദീസ് ലബോറട്ടറിയിൽ പരിശോധിക്കണം, എന്നിട്ട് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടേ ഹദീസ് അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അവനാന്റെ തലക്കനുസരിച്ചിട്ട് ഹദീസുകളെയും ആയത്തുകളെയും വ്യാഖ്യാനിക്കാൻ നിന്നിട്ട് കാര്യമില്ല. അതിനവിടെ സഹാബത്തിന്റെ ഫഹ്മ് പറഞ്ഞത്, അത് ഏതൊരു സംഗതിയാണെങ്കിലും. അപ്പൊ അത് മറ്റൊരു വിഷയമാണ്. അപ്പൊ നോക്കിക്കോ അതിന്റെ ബാക്കി. അപ്പൊ അത് പറഞ്ഞു. ഇനി വയബ്ദഉ ത്വാലിബുൽ ഇൽമി ഫിൽ ഉസൂലി ബിൽ മുഖ്തസറാത്തി. അപ്പൊ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചല്ലോ, ഏറ്റവും നല്ല മാർഗ്ഗം ഏതാണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ മാർഗത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആനാണ്, അത് പഠിച്ചു തുടങ്ങണം. ഹദീസാണ്, അത് പഠിക്കണം. ആ ഹദീസ് പഠിക്കേണ്ട രീതി പറഞ്ഞു, സഹാബത്തിന്റെ ഫഹ്മ് അനുസരിച്ചിട്ടാണ് അത് പഠിക്കേണ്ടത്. ഇനി ഒരു ത്വാലിബുൽ ഇൽമ് ചെയ്യേണ്ടത് ഫിൽ ഉസൂലി, ഉസൂലുകൾ പിന്നെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഉസൂലുകളിൽ മുഖ്തസറാത്തുകൾ തെരഞ്ഞെടുക്കണം. ഖബലൽ മുത്തവ്വലാത്തി, മുത്തവ്വലാത്തുകൾ തെരഞ്ഞെടുക്കുന്നതിന്റെ മുമ്പ്, പഠിക്കുന്നതിന്റെ മുമ്പ് മുഖ്തസർ തെരഞ്ഞെടുക്കണം. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ഉലമാക്കള് ഇതിന്റെ രീതി പറയുമ്പോൾ ഇതിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. പറഞ്ഞല്ലോ അതിലൊരു തെർത്തീബുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലൊന്നെന്താ വെച്ചാൽ ആദ്യം മുഖ്തസറാത്തുകൾ പഠിക്കാം. മുഖ്തസറാത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുത്തൈബാത്തുകളില്ലേ, ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ, ചെറുതുമെന്ന് തുടങ്ങണം. പിന്നെ മുത്തവസിത്ത്, മധ്യമ നിലവാരത്തിലുള്ള മീഡിയം സൈസുള്ള കിതാബുകൾ. പിന്നെ മുത്തവ്വലാത്തുകൾക്ക് പിന്നെയാണ് വരേണ്ടത് ഇത് വലിയ വലിയ കിതാബുകൾ. ആദ്യം തന്നെ വലിയ കിതാബ് എടുത്തിട്ട് പഠിക്കാൻ പാടില്ല. ഇതൊക്കെ അതിന്റെ രീതിയാണ്. ഇതൊക്കെ നമ്മൾ ഇവിടെ പഠിച്ചിട്ട് പോകണം. ഇതുവരെ നമ്മളിത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതത് പഠിക്കേണ്ട ഒരു രീതിയാണ്. എല്ലാത്തിനും ഞാൻ പറയും, എല്ലാത്തിനും ഒരു തർത്തീബില്ലേ, എല്ലാ കാര്യത്തിനും ഒരു തർത്തീബുണ്ട്. അപ്പോ ഇൽമു തേടുന്നതിനൊരു തർത്തീബുണ്ട്. അപ്പൊ ആദ്യം തന്നെ എന്ത്, വലിയ വലിയ ഗ്രന്ഥങ്ങളെല്ലാം പഠിക്കാൻ തുടങ്ങേണ്ടത്. ഇവിടെ പറഞ്ഞെന്താണ്, ബിൽ മുഖ്തസറാത്തി ഖബലൽ മുത്തവ്വലാത്തി, മുത്തവ്വലാത്തുകൾ പഠിക്കുന്നതിന്റെ മുമ്പ് മുഖ്തസറാത്തുകൾ പഠിക്കണം, ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ പഠിക്കണം. ലിഅന്ന തലബൽ ഇൽമി കസ്സുല്ലമി, എന്നിട്ട് അദ്ദേഹം പറയണ ഇൽമു തേടുക എന്നുള്ളത് ഒരു സുല്ലമ് പോലെയാണ്, ഒരു സ്റ്റെയർ പോലെയാണ്, ഒരു ഏണി പോലെയാണ്. ഇലസ്സഖഫി, മേൽപ്പുരയിലേക്കുള്ള ഒരു ഏണി പോലെയാണ് ഇൽമു പഠിക്കുക എന്ന് പറഞ്ഞാൽ. അതായത് യബ്ദഉ ഫീഹിൽ ഇൻസാനു മിൻ അവ്വലി ദറജത്തിൻ, ഒരാൾ ഏണി കയറുമ്പോ അയാൾ ആദ്യം അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പൊക്കെ കാല് വെക്കുക. സുമ്മ യസ്അദു ദറജത്തിൻ ഹത്താ യബ്ലുഗൽ ഗായ, പിന്നെ അടുത്ത സ്റ്റെപ്പ്, അങ്ങനെ അതിന്റെ മേൽപ്പുരയിലേക്ക് എത്തുന്നത് വരെ ഓരോ സ്റ്റെപ്പുകൾ വെച്ചിട്ടല്ലേ കയറാം. അതേപോലെ ഇൽമു തേടുന്ന വിഷയത്തിലും ആദ്യത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ്. ആദ്യം തന്നെ ആരും കാലെടുത്തിട്ട് മേലേക്ക് വെക്കൂലല്ലോ, അത് ഓരോ സ്റ്റെപ്പുകളല്ലേ കയറല്. അതേ രീതിയിലാണ് ഇൽമു പഠിക്കേണ്ടത്. ഏതുവരെ, ഹത്താ യബ്ലുഗൽ ഗായ, അവന്റെ ഗായത്ത്, അവന്റെ ആ ലക്ഷ്യം, അതവൻ ആ ലക്ഷ്യത്തിലേക്ക് അവൻ എത്തുന്നത് വരെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ രീതി ആദ്യം ചെറിയ ചെറിയ കുത്തൈബാത്തുകൾ പഠിക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ റിസാലകൾ. ഉസൂൽ സുന്ന, അത് വളരെ ചെറിയൊരു റിസാലയാണ്. ഉസൂൽ സുന്ന, സലാസത്തുൽ ഉസൂൽ, പിന്നെ ഉസൂൽ സിത്ത, അതൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്. ഉസൂൽ സിത്ത, ഉസൂൽ സുന്ന, ഇത് ഇങ്ങനെ ചെറിയ ചെറിയ ഇപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിയുടെ അദ്ദുറൂസുൽ മുഹിമ്മ, വളരെ ചെറിയ ഇങ്ങനെയുള്ള കുത്തൈബാത്തുകൾ, ചെറിയ ചെറിയ കിതാബുകൾ ആദ്യം പഠിച്ചിട്ട് തുടങ്ങണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അവിടെ ഇട്ടിട്ട് പോകും. ഇല്ലെങ്കിൽ അത് അവിടെ ഇട്ടിട്ട് അതിന്റെ ഒരു രീതിയാണ്. ഒരാൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ആകെ 20 മിനിറ്റോ 25 മിനിറ്റൊക്കെ 15 മിനിറ്റൊക്കെ ആയിരിക്കും ക്ലാസ്. എന്താ ഒരു ദിവസം തന്നെ എന്താ ഒന്നായിട്ടാണ് പഠിപ്പിച്ചാൽ? അത് ഓരോന്നിനൊരു തർത്തീബില്ലേ. ആദ്യത്തെ ദിവസം പോയി ഒരു 10 മിനിറ്റ്, രണ്ടാമത്തെ ദിവസം പോയി ഒരു 15 മിനിറ്റ്, മൂന്നാമത്തെ ദിവസം പോയി ഒരു 20 മിനിറ്റ്. ഇതേതൊരു സംഗതി അങ്ങനെ തന്നെയല്ലേ. ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം പഠിച്ചു തീർക്കണം എന്ന് പറഞ്ഞാൽ നടക്കും? ഖുർആനാകട്ടെ ഹദീസാകട്ടെ, ഇപ്പൊ നെഹവൊക്കെ ആളുകൾ വലിച്ചെറിഞ്ഞിട്ട് പോകാന്നുള്ള കാരണം എന്താ, ഇട്ടെറിഞ്ഞിട്ട് പോകാന്നുള്ള കാരണം എന്താ?
അപ്പൊ ഇതിനൊരു ഒരു രീതിയുണ്ട്. അപ്പൊ ആദ്യം ചെറിയ ചെറിയ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കുത്തൈബാത്തുകൾ, ചെറിയ ചെറിയ റിസാലകൾ അത് പഠിച്ചിട്ട് തുടങ്ങാം. പിന്നെ ഒരു മീഡിയം സൈസുള്ള കിതാബുകൾ. ആദ്യം തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ മജ്മൂ ഫത്താവ എടുത്ത് നോക്കിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഫത്തുൽ ബാരി എടുത്ത് പഠിക്കാൻ തുടങ്ങിയിട്ട് കാര്യമില്ല. അതെന്താകും? അതവന് മടുപ്പുണ്ടാക്കും. പിന്നെ അവനത് നിർത്തും, അവസാനിപ്പിക്കാൻ വലിച്ചെറിഞ്ഞിട്ട് പോകും. പല ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു വലിയൊരു അബദ്ധം അതാണ്. അപ്പൊ അതിലൊരു തെർത്തീവുണ്ട്. അപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞത് അതാണ്, ഇതൊരു ഏണി പോലെയാണ്, ഒരു സ്റ്റെയർ പോലെയാണ്. അങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ പടിപടിയായി അതങ്ങനെ പഠിച്ചിട്ട് വരികയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ വേറെ എന്റെ ചർച്ച വേറെ വരുന്നുണ്ട്, നോക്കാം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കൗലി, എന്റെ വാക്ക്, ഹത്താ യബ്ലുഗൽ ഗായ എന്ന് പറഞ്ഞല്ലോ, അവന്റെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത് വരെ പടിപടിയായിട്ട് ഓരോ സ്റ്റെപ്പുകൾ വെച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞല്ലോ. അവിടെ ആ ഗായത്തിന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ആ ലക്ഷ്യസ്ഥാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈസ മായനാഹു, അതിന്റെ മായനയല്ല അന്നൽ ഇൻസാൻ യുമക്കിനു അൻയുഹിത ബികുല്ലി ഷൈഇൻ ഇൽമ, എല്ലാ ഇൽമുകളും ഒരാൾക്ക് പിന്നെ കൈവരിക്കാൻ പറ്റുമെന്നുള്ളതല്ല. പിന്നെ ഞാനതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാദാ ലാ യുംകിൻ, അത് അസംഭവ്യമാണ്, അത് അസംഭവ്യമാണ്. വഫൗക കുല്ലദി ഇൽമിൻ അലീം, കാരണം ഏതൊരു അറിവുള്ളവന്റെ മേലും അതിനേക്കാൾ അറിവുള്ള മറ്റൊരുത്തരുണ്ട്. അതിന്റെ മീതെ ഒരു സർവജ്ഞനുണ്ട്. എല്ലാറ്റിന്റെയും മീതെ ആരുണ്ട്? അല്ലാഹുണ്ട്. വഫൗക കുല്ലദി ഇൽമിൻ അലീമുൻ, അതിന്റെ മീതെ വേറൊരു അറിവുള്ള ഒരാളുണ്ട്. വലാകിൻ യബ്ദു, ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? അവൻ ആരംഭിക്കണം, അവൻ തുടങ്ങണം അവന്റെ പഠനം ബിൽ അഹമ്മി, ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണോ അവിടെ നിന്ന് തുടങ്ങണം. ഫല്ലഹം, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, പിന്നെ അടുത്തത് വയബ്ദഉ ബിൽ മുഖ്തസറാത്തി ഖബല അൽ മുതവ്വലാത്ത്. ഇങ്ങനെ അങ്ങനെ പിന്നെ ബൈ വൺ ആയിട്ട് ഇങ്ങനെ അല്ലെ, അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ പഠിച്ചിട്ട് അവൻ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് അതിന്റെ രീതി. അപ്പൊ ആദ്യം പഠിക്കേണ്ടത് ഖുർആൻ, സുന്നത്ത്, അത് രണ്ടും മനസ്സിലാക്കേണ്ടത് സ്വഹാബത്തിന്റെ ഫഹം അനുസരിച്ചിട്ട്. പിന്നെ അവൻ പഠിക്കാൻ തുടങ്ങേണ്ടത് ആദ്യം ചെറിയ ചെറിയ കുത്തൈബാത്തുകൾ, റിസാലകൾ, ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ, പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടി വലുത്, പിന്നെ അതിനേക്കാൾ വലുത്. അങ്ങനെയാണ് എന്ത് അവന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അദ്ദേഹത്തോട് അവസാനത്തെ ചോദ്യം അതാണല്ലോ, അസ്മാ വ സിഫാത്ത്, അള്ളാഹുവിന്റെ നാമങ്ങളും അവന്റെ സിഫാത്തുകളും, അതിലവൻ സ്വീകരിക്കേണ്ട നിലപാടാണല്ലോ. എന്നിട്ട് അതിനെക്കുറിച്ച് അദ്ദേഹം പറയാണ്, ആ വിഷയത്തിൽ കാണുന്ന മുഖ്തസറായിട്ടുള്ള നമ്മൾ കാണുന്ന ഗ്രന്ഥം വഖൈറുമാൻ അറാഹു ഫീ ബാബിൽ അസ്മാഇ വസിഫാത്തി മിനൽ കുതുബിൽ മുഖ്തസറ, ആ വിഷയത്തിൽ നമുക്കൊരു ഷോർട്ടായിട്ടുള്ളൊരു ഗ്രന്ഥം അൽ അഖീദത്തുൽ വാസിത്തിയ. ആരതാ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ അഖീദത്തുൽ വാസിത്തിയ. അതാണ് അദ്ദേഹം നസീഹത്ത് ചെയ്യുന്നത്. ഇത് ഇബ്നു തൈമിയ്യ മാത്രമല്ല, ഈ ത്വലബുൽ ഇൽമിന്റെ രീതി വിശദീകരിച്ചിട്ടുള്ള അഹ്ലുൽ ഇൽമൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. സലഫികളായ ഉലമാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ ആദ്യം പഠിച്ചിട്ട് തുടങ്ങണം. അപ്പൊ അസ്മാ വ സിഫാത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്തസറായിട്ടുള്ള ഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് അൽ അഖീദത്തുൽ വാസിത്തിയ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി. ലിഅന്നഹ അഖീദത്തുൻ മുഖ്തസറ, കാരണം ആ ഗ്രന്ഥം മുഖ്തസറായിട്ടല്ല അഖീദ വിശദീകരിച്ചിട്ടുണ്ട്. ജാമിഅത്തുൻ ഷാമിലത്തുൻ നാഫിയത്തുൻ, അതിലെല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥം സമ്പൂർണമാണ്, നാഫിയാത്താണ്, വളരെ ഉപകാരമുള്ള ഒരു ഗ്രന്ഥമാണ്. ഇബ്നു തൈമിയ്യ ആ ഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടോ, മുഖ്തസറാണ്, എന്നാൽ ജാമിഅാണ്, ഷാമിലാണ്, നാഫിയാത്താണ്. വളരെ ചെറിയൊരു ഗ്രന്ഥം അൽ അഖീദത്തുൽ വാസിത്തിയ. ആ വിഷയത്തിൽ അത് ജാമിഉം മാനിയുമാണ്. ഇത് അഖീദ പഠിക്കാൻ, പ്രത്യേകിച്ചും അള്ളാഹുവിന്റെ അസ്മാകളെ കുറിച്ചും സിഫാത്തുകളെ കുറിച്ചും പഠിക്കാൻ ആ ഗ്രന്ഥം എന്നുള്ളത് ജാമിയാണ്, ഷാമിലാണ്, നാഫിയാണ്. അപ്പോ അഖീദ പഠിക്കുമ്പോൾ അത് ഏത് അൽ അഖീദത്തുൽ വാസിത്തിയ. അക്സർ മാ ജാ ബിഹി ഫീ സിഫാത്തില്ലാഹി മിനൽ ഖുർആനിൽ കരീം, കാരണം വിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ അധിക സിഫാത്തുകളെ കുറിച്ചും അഖീദ വാസിത്തിയയിൽ വിശദീകരിച്ചിട്ടുണ്ട്, അഖീദത്തുൽ വാസിത്തിയയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് അദ്ദേഹം നസീഹത്ത് ചെയ്യുന്നത്. എന്നാൽ ഈ തെളിവുകളെ, ഏത് അള്ളാഹുവിന്റെ അസ്മാകളെ കുറിച്ചും സിഫാത്തുകളെ കുറിച്ചും നമ്മൾ അതിനെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, അതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അസ്മാകളെ കുറിച്ച് ഇനി അത് മനസ്സിലാക്കേണ്ട രീതി എന്താണെന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പറയുന്നത്.
കൈഫ തുസ്തഅമലു ഹാദിഹിൽ അദില്ല, ആ വിഷയത്തിൽ വന്നിട്ടുള്ള തെളിവുകളെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം, നമ്മൾ എങ്ങനെ അത് മനസ്സിലാക്കണം. ഫൈന്ന ത്വരീഖ സ്വഹീഹ് വൽ മൻഹജ സലീം, ശരിയായിട്ടുള്ള രീതി, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മൻഹജ്, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം ഫിഹ, ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ സിഫാത്തുകളെ മനസ്സിലാക്കാനും പഠിക്കാനും ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മൻഹജ്, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രീതി ഏതാണ്? അൻ യുജ്രിഹൽ ഇൻസാനു അലാ ളാഹിരിഹ, ളാഹിറായ അർത്ഥത്തിൽ തന്നെ അതിനെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അവിടെ അൻ യുജ്രിഹ എന്ന് പറഞ്ഞാൽ അതിനെ നിലനിർത്തുക, അതിനെ മനസ്സിലാക്കുക. ഏതിനെ? അള്ളാഹുവിന്റെ സിഫാത്തുകളെ അലാ ളാഹിരിഹ, അതിന്റെ ളാഹിറായ അർത്ഥത്തിൽ. അതിന്റെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ സിഫാത്തുകൾ എന്ത് ചെയ്യുക? അതിന്റെ ളാഹിറായ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കുക. അതിനൊരു അർത്ഥം ഉണ്ടല്ലോ, ആ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എങ്ങനെ? അല്ലായിഖു ബില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ. അതിന്റെ ളാഹിറായിട്ടുള്ള മായന എന്താണോ ആ അർത്ഥത്തിൽ തന്നെ അതിനെ ഇജ്റാ ചെയ്യണം, നടപ്പിലാക്കണം, അതിനെ മനസ്സിലാക്കണം, അതിനെ അംഗീകരിക്കണം. എന്താണ് യുജ്രീഹ എന്നുള്ളത്? ഈ അഖീദന്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളം കാണാൻ സാധിക്കും. യുജ്രീഹ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിനെ നടപ്പിലാക്കുക, അത് അംഗീകരിക്കുക, അതിനെ നിലനിർത്തുക. ഏത്? അള്ളാഹുവിന്റെ സിഫാത്തുകൾ. അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ അള്ളാഹുവിന്റെ സിഫാത്തുകൾ. കാരണം ഈ അഹ്ലുസുന്നത്തിന്റെ മാർഗത്തിൽ നിന്ന് പഴച്ചു പോയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ തെറ്റിപ്പോയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല, ഒരു വിഷയം ഏതാണ്? ഒരു മസല ഈ അസ്മാ വ സിഫാത്തുകളുടെ കുറിച്ചുള്ള മേഖല, ആ ഒരു വിഷയത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ അഹ്ലുസുന്നത്തിന്റെ രീതി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. അപ്പൊ എന്താണ്? അള്ളാഹുവിന് ചോദിച്ച രൂപത്തിൽ അതിന്റെ ലാഹിറായ അർത്ഥത്തിൽ തന്നെ അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഫയുജ്രിഹ അലാ മാ യദുല്ലു അലൈഹി ലാഹിറുഹാ ലാകിൻ, പക്ഷെ എങ്ങനെ? മിൻ ഗൈരി തംസീലിൻ വലാ തകീഫിൻ, തംസീൽ കൂടാതെ തകീഫ് കൂടാതെ. അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില പദങ്ങൾ, അതിൽപ്പെട്ട ഒന്നാണ് എന്ത്? തംസീൽ. രണ്ടാമത്തതാണ് ഏത്? തകീഫ്. പിന്നെ വേറെയും കുറച്ച് പദങ്ങളുണ്ട്. തഅതീൽ, തഹരീഫ്, തശ്ബീഹ്, ഇങ്ങനെയുള്ള കുറെ പദങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പദങ്ങളാണ്. ഇതിലിപ്പോ രണ്ട് പദങ്ങൾ പറഞ്ഞു, തംസീൽ കൂടാതെ തകീഫ്. അപ്പൊ അള്ളാഹുവിന്റെ സിഫാത്തുകളെ മനസ്സിലാക്കുമ്പോ, അള്ളാഹുവിന്റെ സിഫാത്തുകൾ പഠിക്കുമ്പോ പഠിക്കേണ്ട രണ്ട് പദങ്ങളാണ്. ഒന്ന് തംസീൽ കൂടാതെ ഇരിക്കണം, മറ്റൊന്ന് തകീഫ് കൂടാതെ ഇരിക്കണം. തകീഫ് ഇല്ലാതെ, തംസീൽ ഇല്ലാതെ അതിന്റെ ലാഹിറായ അർത്ഥത്തിൽ തന്നെ അതിനെ മനസ്സിലാക്കുക. അത് അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കുക, വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സുബ്ഹാനക.